എത്ര അടുത്താണ് ഫെലിക്സ് വണ്ടി ഉള്ളത്? തൊട്ടടുത്ത് തന്നെ എത്തിച്ചിട്ടുണ്ടോ? വണ്ടി ഇപ്പോൾ ഇവിടേക്ക് എത്തിക്കുകയാണ്. അതായത് തൊട്ട് താഴെയായിരുന്നു ഇത്രയും നേരം ഈ വണ്ടി ഉണ്ടായിരുന്നത്. വണ്ടി എന്ന് പറയുമ്പോൾ താൽക്കാലികമായി നിർമ്മിച്ചതാണ്. ഈ പറമ്പിൽ നിന്ന് തന്നെ വെട്ടിയ മരങ്ങൾ ഉപയോഗിച്ച് തീർത്തൊരു ഒരു ഒന്നാണ്, സംവിധാനമാണ്. അപ്പോൾ ഇത്രയും നേരം താഴെ ഉണ്ടായിരുന്ന വാഹനം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ആനിമൽ ആംബുലൻസ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആനിമൽ ആംബുലൻസിനുള്ളിലേക്കായിരിക്കും ആനയെ കയറ്റുക. ഒരു താൽക്കാലിക സംവിധാനമാണ്. ഒരു കുട്ടിയാന ആയതുകൊണ്ട് തന്നെ ഇവിടേക്ക് അല്ലെങ്കിൽ ഈ ആനയെ ഇതിനുള്ളിലേക്ക് വളരെ വേഗത്തിൽ കയറ്റാൻ കഴിയുമെന്നതാണ് പ്രതീക്ഷ. പക്ഷേ ഇത്രയും ഉയരമുണ്ട്. ആ ഉയരമുള്ള അങ്ങോട്ടേക്കാണ് ആനയെ കയറ്റേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അത് വെല്ലുവിളി നിറഞ്ഞ ഒന്നാണ്. പക്ഷേ കുഞ്ഞി ആന അല്ല, കുട്ടിയാനയാണ്. മാത്രമല്ല ആ കുട്ടിയാന ആയതുകൊണ്ട് വളരെ വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആന മയങ്ങിയ നിലയിലായതുകൊണ്ട് തന്നെ വളരെ വേഗം ഈ നടപടികൾ പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. ഇപ്പോൾ ഉണ്ടോ, ആനയുടെ കയ്യിലും കാലും ഒക്കെ തന്നെ ബന്ധിച്ചിരിക്കുന്നു വടം ഉപയോഗിച്ച്. പിന്നീട് കഴുത്തിലും വടം ഇട്ട് കെട്ടിയിട്ടുണ്ട്. അങ്ങനെ ആനയെ അവിടെ നിന്നും വളരെ വേഗം ഈ ലോറിയിലേക്ക് കയറ്റാൻ നീക്കാനുള്ള ശ്രമം തന്നെയാണ് വനം വകുപ്പ് നടത്തുന്നത്. അവശരാണ് ആന. വായിൽ മാത്രമല്ല അതിൻ്റെ കാലിനും കൈറ്റുമൊക്കെ തന്നെ മുറിവേറ്റിട്ടുണ്ട്. ആ മുറിവുകളൊക്കെ അതിന് വെല്ലുവിളിയായി നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. അതിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ വേഗം ആനയെ ഇവിടേക്ക്, അതായത് ആനിമൽ ആംബുലൻസ് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ആനിമൽ ആംബുലൻസിലേക്ക് ഇപ്പോൾ വളരെ വേഗം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, എവിടെ വെച്ചാണ് ചികിത്സ നൽകുന്നത് എന്ന കാര്യത്തിൽ ആദ്യം ഒരു വ്യക്തത പറഞ്ഞിരുന്നില്ലല്ലോ വനം വകുപ്പ്. ഇപ്പോൾ അതിൽ തീരുമാനമായോ? ഇപ്പോഴും ആ കാര്യത്തിലൊരു വ്യക്തത വനം വകുപ്പ് പുറത്തുവിട്ടിട്ടില്ല. എങ്ങോട്ട് കൊണ്ട് എവിടെ വെച്ച് ചികിത്സിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും അതൊരു എന്താണ് സംഭവിക്കുക എന്ന കാര്യത്തിലൊരു വ്യക്തത ഇല്ലാതെ തന്നെ നിലനിൽക്കുകയാണ്. ഒരുപക്ഷെ മുത്തങ്ങയിലേക്ക്, വയനാട്ടിലെ മുത്തങ്ങയിലേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും വെച്ച് ചികിത്സ നൽകാവുന്നതാണ് എന്നാണ് വനം വകുപ്പ് വ്യക്തമാക്കുന്നത്. അതിലിപ്പോൾ മണ്ണുമാന്തി യന്ത്രമടക്കം ഇവിടേക്ക് എത്തിക്കുന്നുണ്ട്. കാരണം നേരത്തെ കുങ്കിയാനകളുടെ സഹായത്തോടു കൂടിയാണ് ആനിമൽ ആംബുലൻസിലേക്ക് ആനയെ കയറ്റിയതെങ്കിൽ ഇവിടെ കുങ്കിയാനകളുടെ സഹായമില്ല. സ്വാഭാവികമായും മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് അതിൻ്റെ കൈ ഉപയോഗിച്ചുകൊണ്ട് ആനയെ തള്ളി ഇതിനുള്ളിലേക്ക് കയറ്റാനേ കഴിയുകയുള്ളൂ. അതിനായി മണ്ണുമാന്തി യന്ത്രം അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സഹായത്തോടു കൂടി തന്നെയായിരിക്കും ഈ ആനയെ ഈ ആനിമൽ ആംബുലൻസിനുള്ളിലേക്ക് കയറ്റുക. അപ്പോൾ അതിനുള്ള നടപടിക്രമങ്ങളൊക്കെയാണ് ഇപ്പോൾ നടത്തുന്നത്. ഇതിൽ ചികിത്സ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എവിടെ വെച്ച് ചികിത്സ എന്ന കാര്യത്തിൽ വനവകുപ്പ് ഉദ്യോഗസ്ഥരോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും അക്കാര്യത്തിലൊരു വ്യക്തത അവരുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ്. ഏതായാലും ആന പൂർണ്ണമായും മയങ്ങി ആനയെ വരുതിയിലാക്കി വടം ഉപയോഗിച്ച് കെട്ടി വരുതിയിലാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ ആനയെ ഇവിടെ നിന്നും ആനിമൽ ആംബുലൻസിനുള്ളിലേക്ക് കയറ്റുക എന്ന ദൗത്യത്തിലേക്കാണ് കിടക്കുന്നത്. അതിനായി മണ്ണുമാന്തി യന്ത്രം JCB ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതുപയോഗിച്ച് അതിനെ അങ്ങോട്ടേക്ക് കയറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. മാത്രമല്ല ആനയ്ക്കിപ്പോൾ ചെറിയ രീതിയിൽ മരുന്ന് നൽകുന്നുണ്ട്. അതായത് ഈ മുറിവേറ്റ സ്ഥലത്ത് വലിയ മുറിവാണ് എന്ന് നമുക്കറിയാം. വലിയ മുറിവായതുകൊണ്ട് ആ മുറിവിൽ ചില മരുന്നുകളൊക്കെ നൽകുന്നുണ്ട്. അതിൻ്റെ താൽക്കാലിക ഒരു ആശ്വാസം എന്ന നിലയ്ക്ക് അത് നൽകുകയാണ്. അതിനപ്പുറം നമുക്കറിയാം, അതിനപ്പുറത്ത് അത് പൂർണ്ണമായും ഭേദമാകുക വലിയ ബുദ്ധിമുട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ താൽക്കാലികമായി ആശ്വാസം നൽകിയാണ് ആ ചെറിയ മുറിവിൽ ചെറിയ മരുന്നുകളൊക്കെ നൽകുന്നത്. കീഴ്ത്താടിയലിനാണ് പരിക്ക്. അപ്പോൾ കീഴ്ത്താടിയലിന് നല്ല പരിക്കുണ്ട്, നല്ല ആഴത്തിലുള്ള മുറിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായി നിൽക്കുന്നത്. എന്തായാലും ആനയെ ഇപ്പോൾ ആനിമൽ ആംബുലൻസിനുള്ളിലേക്ക് കയറ്റാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. അതിനായി ഇവിടെ മണ്ണുമാന്തി യന്ത്രം അടക്കം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. മണ്ണുമാന്തി യന്ത്രം എത്തിച്ച് അതിനെ അവിടെ നിന്നും ഈ വാഹനത്തിലേക്ക് ഉള്ളിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഏതായാലും ആനിമൽ ആംബുലൻസ് ഇവിടെ എത്തിച്ചു. ഇനിയിപ്പോൾ ആനയെ അങ്ങോട്ടേക്ക് കയറ്റുക എന്നുള്ളതാണ്. ആനയ്ക്ക് മുറിവിൽ മരുന്ന് നൽകുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം അത് ആഴത്തിലുള്ള മുറിവാണ്, വ്രണമായി മാറിയിട്ടുണ്ട് ആ മുറിവ്. അപ്പോൾ അതുകൊണ്ട് അത്ര വേഗത്തിൽ അത് എളുപ്പത്തിൽ അത് കരിക അല്ലെങ്കിൽ അത് ശരിയായി വരിക എന്നത് വലിയ വെല്ലുവിളി നിറഞ്ഞ ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത് വളരെ പെട്ടെന്നൊന്നും ഈ ആന അതിജീവിക്കുക പ്രയാസമുള്ള ഒന്ന് തന്നെയാണ് എന്ന്. എന്തായാലും 5 വടങ്ങളിൽ ആനയെ
ബന്ധിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്നും ആനയെ അതിനുള്ളിലേക്ക് കയറ്റുവെന്ന ദൗത്യത്തിലേക്കാണ് വനം വകുപ്പ് നീങ്ങുന്നത്. ഒപ്പം അതേസമയം മുറിവിൽ മരുന്ന് വെച്ച് നൽകുന്നുമുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എവിടെ വെച്ചായിരിക്കും കണ്ണൂർ ഇരിട്ടി